ഒൻപതാം ക്ലാസ്സുകാരനെ കൊന്ന റെയിൽവേ ട്രാക്കിലെറിഞ്ഞു. ദുരഭിമാന കൊലയെന്ന് കുടുംബം. പെൺകുട്ടിയുടെ ബന്ധുക്കൾക്കെതിരെ പരാതി. 3 പേർ കസ്റ്റഡിയിൽ. ഉത്തർപ്രദേശിലെ സഹാറൻപൂര്, അവിടെയാണ് ഈ സംഭവം. 14 വയസ്സ് മാത്രമുള്ള ഒരു ദളിത് ബാലിനെയാണ് നിഷ്ഠൂരമായി കൊന്നത്. കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി, അതിനുശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി തള്ളി. അലിപുര സ്വദേശിയായിട്ടുള്ള മായങ്ക് എന്ന ബാലനാണ് കൊല്ലപ്പെട്ടത്. ഈ കൊലപാതക ശേഷം റെയിൽവേ ട്രാക്കിൽ ആ മൃതദേഹം ആ അക്രമികൾ ഉപേക്ഷിച്ചു. വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നാണ് വീട്ടുകാർ പറയുന്ന ആരോപണം. ഏതാണ്ട് രാത്രി 12 മണിക്ക് ഒരു ഫോൺ കോൾ വന്നു അനിയന്. ആ ഫോൺ കോൾ വന്നതിന് പിന്നാലെ ഈ അനുജൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. അതിനുശേഷമാണ് അവന് മൃതദേഹം കാണുന്നതെന്ന് സഹോദരനായിട്ടുള്ള അഭിഷേക് പറയുന്നുണ്ട്. मेरे भाई के पास रात यही कोई 12 बजे कॉल आई और मेरे भाई को फ़ोन करके घर से बाहर बुलाया गया. उसके बाद थोड़ी देर बाद पता चला मेरे भाई के घर के बाहर मतलब रोड पे बजा रखा था. तो फिर जैसे हम घर से बाहर निकले तो घर से भाई मतलब जैसे निकले वहाँ पे दिखा नहीं भाई. तो कोई बात नहीं, हम जैसे टोने लगे उसको, तो क्या नाम है जैसे टोते गए. फिर हम उसको फिर हमारे पास फ़ोन आया और फिर क्या कहते हैं उसको रेल की पटरी के पास हमारे भाई की डेड बॉडी मिली. जब बुलाया था किसने फ़ोन किया? फ़ोन नंबर था इनमें से था. उन्होंने फ़ोन नंबर से फ़ोन किया. 3 मिनट बात हुई थी. 12:45 की पूरी रिपोर्ट है ये. कहाँ पढ़ता है भाई आपका? मेरा भाई यही पढ़ता था इंटर कॉलेज में देवबंद. कौन सी क्लास में? 9th क्लास में. कितने साल? 13 साल उम्र. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പയ്യനാണ് ഈ ദാരുണമായിട്ടുള്ള കൊലപാതകത്തിന് ഇരയായത്. ദിയോബന്ദ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. റെയിൽവേ ട്രാക്കിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കിടക്കുന്നു എന്നുള്ളതായിരുന്നു പോലീസിന് വന്ന ആദ്യത്തെ ഒരു കോള്. നാട്ടുകാരാണ് ഈ കുട്ടിയെ തിരിച്ചറിയുന്നത്. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഇന്ന പയ്യനാണ് എന്ന്. इन्होंने बताया कि भाई हमारे बच्चे को गांव के ही पास एक गांव है मेघराजपुर, और उन्होंने कॉल करके बुलाया और उसे चाकू से गोंद को मार दिया गया. तो इन लोगों ने तभी इन्हें पता चला तो ये सारे में तलाश कर रहे थे. तो उसकी डेड बॉडी रेल आ रही थी. तो रेलवे जो ड्राइवर था उसने अपने वहाँ स्टेशन पे कॉल की कि कोई आदमी यहाँ लाश गिर रहा. उसने ट्रेन भी रोक ली. तो फिर पुलिस को फ़ोन किया गया. तो पुलिस आई और वो डेड बॉडी ले गई. 5 പേർ ചേർന്നാണ് തൻ്റെ കുട്ടിയെ മർദ്ദിച്ചതെന്ന് ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്. ചിലർ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയതാണ് എന്നും അയാൾ പറഞ്ഞു പോലീസിനോട്. മായങ്കിന്റെ പെൺ സുഹൃത്ത്, അവരുടെ വീട്ടുകാർക്കെതിരെയാണ് ഈ മായങ്കിന്റെ കുടുംബത്തിന്റെ പരാതി മുഴുവൻ. പെൺകുട്ടിയുടെ അച്ഛനും പെൺകുട്ടിയുടെ അമ്മയും ഉൾപ്പെടെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ട്രെയിൻ ഇടിച്ച് മരിച്ചത് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് റെയിൽവേ ട്രാക്കിൽ ആ മൃതദേഹം തള്ളിയത് എന്ന് ആ കുടുംബം ആരോപിക്കുന്നു. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരനും നിലവിൽ കസ്റ്റഡിയിലാണ്. പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് സൂപ്രണ്ട് ജെയിൻ പറയുന്നു. इन्होंने हत्या का आरोप लगाया और हत्या करके इसका शव जो है रेलवे ट्रैक पर फेंक दिया, ऐसा मृतक के परिजनों का आरोप है. इसमें सभी बिंदुओं पर जांच की जा रही है. तहरीर के आधार पर मुकदमा दर्ज कर लिया गया है. शव को कब्जे में लेकर पोस्टमार्टम की कार्रवाई कराई जा रही है और आसपास के सीसीटीवी कैमरेज और हर एक बिंदु पर जांच की जा रही है. सुरक्षा हेतु गांव में पुलिस पिकेट डिप्लॉय कर दी गई है. कानून व्यवस्था की कोई समस्या नहीं है और जो भी तथ्य इसमें सामने आएंगे उसके आधार पर आगे विधिक कार्रवाई की जाएगी. CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് പോലീസ്. വലിയൊരു പ്രശ്നസാധ്യതയുണ്ട് ആ സ്ഥലത്ത്. കാരണം ഒരു ദുരഭിമാന കൊല എന്നുള്ള ലേബല് ആ മരണത്തിന് സംഭവിച്ചിട്ടുണ്ട്. ദളിത് ബാലനാണ്. ആ പെൺകുട്ടി ദളിത് വിഭാഗത്തിൽ പെടുന്നതുമല്ല. അതിലുള്ള വൈരാഗ്യം തന്നെ എന്നുള്ള കണക്കുകൂട്ടലിലാണ് ആ ഗ്രാമവാസികളെങ്കിലും. പക്ഷേ പോലീസ് അത് പൂർണ്ണമായും കണക്കിലെടുക്കുന്നില്ല. എന്താണെങ്കിലും വലിയൊരു പോലീസ് സന്നാഹത്തെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. മരിച്ചത് 9ാം ക്ലാസ്സുകാരനാണ്, 14കാരൻ. എന്തിനാണ് ആ പെൺകുട്ടിയുടെ കുടുംബം ആ കൊച്ചു പയ്യനെ ഇല്ലാതാക്കിയതെന്ന് ഇനിയും അവ്യക്തമാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.